മക്കളെ നമ്മുടെ ഒന്നാമത്തെ പാഠത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നേക്കുന്നത്. എക്സാം അടുത്തിരിക്കുക അല്ലെ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒന്നാമത്തെ പാഠം നോക്കിയാലോ. ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നോക്കിയാലോ. യെസ്, ചിത്രീകരണം തിരിച്ചറിഞ്ഞ് ചുവടെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക അല്ലെ. യെസ്, എ ബി സി എന്നിവ തിരിച്ചറിഞ്ഞ് പേരെഴുതി അടയാളപ്പെടുത്തുക അല്ലെ. ഐഡന്റിഫൈ ആൻഡ് നെയിം ദ പാർട്ട് ലേബൽഡ് എ ബി ആൻഡ് സി. അപ്പൊ നോക്കടാ, എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എ എന്താണ് മക്കളെ? നമ്മുടെ സിനാപ്റ്റിക് നോബ് ആണ് അല്ലെ. ഏതാണ്? സിനാപ്റ്റിക് നോബ്. ബി എന്താണ് മക്കളെ? ബി നോക്കടാ, ബി എന്താണ്? ഡെൻഡ്രൈറ്റ് ആണ്. ഏതാണ്? ഡെൻഡ്രൈറ്റ് ആണ്. സി എന്താണ് മക്കളെ? നമ്മുടെ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് ആണ് അല്ലെ. സിനാപ്റ്റിക് ക്ലെഫ്റ്റ് ആണ്. യെസ്, അപ്പൊ എയും ബിയും സിയും കിട്ടിയോ? എ എന്താടാ പറയടാ? എ എന്താണ് മക്കളെ? സിനാപ്റ്റിക് നോബ്. ബി എന്താണ്? ഡെൻഡ്രൈറ്റ് ആണ്. സി എന്താണ് മക്കളെ? സിനാപ്റ്റിക് വിടവാണ്. ഏതാണ്? സിനാപ്റ്റിക് വിടവ്. ചിത്രീകരണം തിരിച്ചറിഞ്ഞ് ഇതിന്റെ ധർമ്മം എഴുതുക. എന്തിന്റെ ചിത്രമാണ് മക്കളെ ഇവിടെ കൊടുത്തേക്കുന്നത്? സിനാപ്സ് ആണ് അല്ലെ. എന്താണ്? സിനാപ്സ് അല്ലെ. സിനാപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് മക്കളെ? രണ്ട് നാഡീകോശങ്ങൾ തമ്മിൽ ബന്ധപ്പെടുന്ന ഭാഗം. എന്താണ്? രണ്ട് നാഡീകോശങ്ങൾ അല്ലെ. രണ്ട് നാഡീകോശങ്ങൾ തമ്മിൽ എന്ത് ബന്ധപ്പെടുന്ന ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിനാപ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ സിനാപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഇറ്റ്സ് എ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺ അല്ലെ. എന്താണ്? ജംഗ്ഷൻ ആണ്. എന്തിന്റെ ഇടയിലുള്ള ജംഗ്ഷൻ ആണ്? ബിറ്റ്വീൻ ടു ന്യൂറോണിന്റെ ഇടയിലുള്ള ജംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിനാപ്സ് എന്ന് പറയുന്നത്. അപ്പൊ ബി ക്വസ്റ്റ്യൻ ആയല്ലോ. ഇനി സി ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഏതാണ്? സിയിലേക്ക് ശ്രവിക്കുന്ന രാസവസ്തുവിന്റെ പേര് എഴുതുക. വെരി വെരി ഇമ്പോർട്ടന്റ്. ഏതാണ് മക്കളെ? ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ഏതാണ്? ന്യൂറോ ട്രാൻസ്മിറ്റർ. ഏതാണ് മക്കളെ? ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് അല്ലെ. എന്താണ്? ന്യൂറോ ട്രാൻസ്മിറ്റർ. ഇനി ഏതാ? അടുത്തായി തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടല്ലോ. എന്താണ് മക്കളെ? ഇവയ്ക്ക് ഉദാഹരണങ്ങൾ എഴുതുക. എക്സാമ്പിൾസ് എഴുതുക അല്ലെ. ഏതാണ് എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാണ് ഏത്? അസറ്റൈൽ കോളൈൻ ആണ്. ഏതാണ്? അസറ്റൈൽ കോളൈൻ. രണ്ട് ഏതാ മക്കളെ? ഡോപ്പമിൻ ആണ്. ഏതാടാ? ഡോപ്പമിൻ. അപ്പൊ ഏതൊക്കെയാണ് രണ്ട് ഉദാഹരണങ്ങൾ? അസറ്റൈൽ കോളൈനും ഡോപ്പമിനും. അപ്പൊ നോക്കടാ, എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? നാടീയ പ്രേഷകം. ആ രാസവസ്തുവിന് എന്താ പറയുന്നത്? നാടീയ പ്രേഷകം. ഉദാഹരണം അസറ്റൈൽ കോളിനും പിന്നെ അതുപോലെ ഏതാണ്? ഡോപ്പമിനും. അപ്പൊ ക്ലിയർ ആണല്ലോ. എന്താണ്? ഒരു സിനാപ്സിന്റെ ഡയഗ്രാം ആണ് കൊടുത്തേക്കുന്നത്. അതിലുള്ള ഭാഗങ്ങളും അവിടെ ശ്രവിക്കുന്ന രാസവസ്തുവും അതിന് ഉദാഹരണവും അതിന്റെ ധർമ്മവും നല്ല രീതിയിൽ നോക്കിയിട്ട് പോകുക. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ ആടാ. എന്താ മക്കളെ ഇത്? നമ്മുടെ ഒരു ന്യൂറോണിന്റെ ഡയഗ്രാം ആണ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കിയാലോ. നാടീയ പ്രേഷകം ശ്രവിക്കുന്ന ഭാഗം അല്ലെ. എവിടെയാണ് നാടീയ പ്രേഷകം ശ്രവിക്കുന്നത് എന്നല്ലേ? ഏത് ഭാഗത്താണ്? സിനാപ്റ്റിക് നോബിലാണ്. ഏതാണ്? സിനാപ്റ്റിക് നോബാണ് നമ്മുടെ ഒന്നാമത്തെ ആൻസർ അല്ലെ. എന്താ മക്കളെ? സിനാപ്റ്റിക് നോബാണ്. ഇനി രണ്ടാമത്തെ നോക്കടാ. ആവേഗങ്ങൾ സ്വീകരിക്കുന്ന ഭാഗം അല്ലെ. ആർക്കാണ് ആദ്യം തന്നെ നമ്മൾ ഇമ്പൾസ് കൊടുക്കുന്നത്? ദ പാർട്ട് വിച്ച് റിസീവ് ഇമ്പൾസ് അല്ലെ. ആവേഗങ്ങൾ സ്വീകരിക്കുന്ന ഭാഗം ഏതാണ് മക്കളെ? നമ്മുടെ ഡെൻഡ്രൈറ്റ് ആണ്. ഏതാടാ? ഡെൻഡ്രൈറ്റ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് എന്ത്? ആവേഗങ്ങൾ കോശ ശരീരത്തിൽ എത്തിക്കുന്ന ഭാഗം അല്ലെ. നോക്കടാ, ഇതാണ് നമ്മുടെ കോശ ശരീരം. കോശ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ഭാഗം ഏതാണ്? ഡെൻഡ്രോൺ ആണ്. ഏതാ മക്കളെ? ഡെൻഡ്രോൺ. അടുത്ത നോക്കടാ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ആവേഗങ്ങളെ കോശ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് സംവഹിക്കുന്ന ഭാഗം എന്താണ്? ദ പാർട്ട് ക്യാരി എന്ത്? ഇമ്പൾസസ്. ഇവിടുന്ന് എങ്ങോട്ടേക്കാണ് മക്കളെ? നമ്മുടെ സെൽ ബോഡിന്ന് ഔട്ട്സൈഡിലേക്ക് എത്തിക്കുന്ന ഭാഗം ഏതാണ് അല്ലെ? ഏത് ഭാഗമാണ് മക്കളെ? ആക്സോൺ ആണ്. ഏതാണ്? ആക്സോൺ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. ഏതൊക്കെയാണ്? കറക്റ്റ് ആയിട്ട് നോക്കുക. നമ്മുടെ ഒരു ഡയഗ്രത്തിൽ ഈ ഒരു തറ്റത്തുള്ള ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡെൻഡ്രൈറ്റ് എന്ന് വിളിക്കുന്നത് അല്ലെ. എന്താ മക്കളെ വിളിക്കുന്നത്? ഡെൻഡ്രൈറ്റ് ആണ്. ഏതാടാ? പറയടാ. ഏതാ മക്കളെ? ആലോചിക്ക്. ഡെൻഡ്രൈറ്റ്. ഏതാണ്? ഡെൻഡ്രൈറ്റ്. ഈ ഭാഗത്തിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഡെൻഡ്രോൺ ആണ് അല്ലെ. എന്താണ്? ഡെൻഡ്രോൺ. ഡെൻഡ്രോൺ. ഇനി ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ മക്കളെ? നമ്മുടെ സെൽ ബോഡി ആണ്. ഏതാണ്? സെൽ ബോഡി. പിന്നെ ഇത് ഏതാടാ? ആക്സോൺ ആണ്. ഏതാണ്?
ആക്സോൺ അല്ലെ. ഈ ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ എന്താ പറയുന്നത്? സിനാപ്റ്റിക് നോബ്. ഏതാണ്? സിനാപ്റ്റിക് നോബ്. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്. നല്ല രീതിയിൽ ഡയഗ്രാം നോക്കിയിട്ട് മനസ്സിലാക്കി അടയാളപ്പെടുത്താൻ മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ? എക്സാമിന് പോവാൻ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഏതാ മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ? ചിത്രം നോക്കടാ. ചിത്രം നിരീക്ഷിച്ച് നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക അല്ലെ. ചിത്രത്തിൽ എ എന്താണ്, ബി എന്താണെന്ന് തിരിച്ചറിയുക. എ എന്താണ് മക്കളെ? എ ആണെടാ നമ്മുടെ മൈലിൻ ഷീത്ത് ആണ് അല്ലെ. ഏതാണ്? മൈലിൻ ഷീത്ത് ആണ്. ഏതാണ് മക്കളെ? മൈലിൻ ഷീറ്റ് ആണ് അല്ലെ. യെസ്. ബി എന്താണ് മക്കളെ? ബി എന്താടാ? ബി നോക്കടാ, ആക്സോൺ ആണ്. ബി എന്താ മക്കളെ? ആക്സോൺ ആണ്. ആക്സോണും മൈലിൻ ഷീറ്റും ആണ് ഇത് കൊടുത്തിരിക്കുന്നത് അല്ലെ. നമ്മളോട് ചോദിച്ച രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താടാ? ബിയുടെ ധർമ്മം എഴുതുക. റൈറ്റ് ദ ഫംഗ്ഷൻ ഓഫ് ബി. ബി എന്താണ് മക്കളെ? ബി എന്താ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ഏതാണ്? ആക്സോൺ ആണ്. എന്താണ് ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവേഗങ്ങളെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? കോശ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ഇമ്പൾസസ് ക്യാരി എങ്ങോട്ട് ക്യാരി മക്കളെ? സെൽ ബോഡി ടു ഔട്ട്സൈഡ്. സെൽ ബോഡി ടു ഔട്ട്സൈഡ്. അതാണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആക്സോണിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ക്ലിയർ ആണല്ലോ. ഇവിടെ തന്നെ മൈലിൻ ഷീറ്റിന്റെ ഫംഗ്ഷനും ചോദിക്കുന്നതാണ്. അപ്പൊ മക്കൾ അതും കൂടെ നല്ല രീതിയിൽ നോക്കി മനസ്സിലാക്കിയിട്ട് തന്നെ എക്സാമിന് പോകുക. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ചിത്രം പകർത്തി വരച്ച് തന്നിരിക്കുന്ന സൂചനകൾക്കനുസരിച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക. എല്ലാം ഇപ്പോൾ ചിത്രം കണ്ടു കഴിഞ്ഞാൽ മക്കൾ അവിടെ എടുത്തു വരയ്ക്കാനുണ്ടോ നോക്കണം. ആ ഒരു മാർക്ക് ആരും തന്നെ കളയരുത്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ മക്കളെ? ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണ് അല്ലെ? കൺട്രോൾ വോളണ്ടറി ആക്ഷൻസ് അല്ലെ. വോളണ്ടറി ആക്ഷൻസ് കൺട്രോൾ ചെയ്യുന്ന ഭാഗം ഏതാണ്? സെറിബ്രം ആണ്. നമ്മുടെ ബ്രെയിനിലെ ഏറ്റവും ലാർജസ്റ്റ് പാർട്ട് എന്നറിയപ്പെടുന്ന ഏത് ഭാഗമാണ്? സെറിബ്രം. സെറിബ്രം ആണ് എന്തിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്? വോളണ്ടറി ആക്ഷൻ അല്ലെ. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നത്. രണ്ട് എന്താ മക്കളെ? ശ്വാസോച്ഛ്വാസത്തെ നിയന്ത്രിക്കുന്ന ഭാഗം പാർട്ട് വിച്ച് കൺട്രോൾ ബ്രീത്തിങ്. നമ്മുടെ ബ്രീത്തിങ് കൺട്രോൾ ചെയ്യുന്ന ഭാഗം അല്ലെ. ഏത് ഭാഗമാണ് മക്കളെ? നമ്മുടെ മെഡുല്ല ഒബ്ലങ്കേറ്റ ആണ് അല്ലെ. ഏതാണ്? മെഡുല്ല പറഞ്ഞേടാ. മെഡുല്ല ഒബ്ലോങ്ങേറ്റ അല്ലെ. ഒബ്ലോങ്ങേറ്റ. യെസ്. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇത്. ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം അല്ലെ. ആവേഗങ്ങളുടെ റിലേ സ്റ്റേഷൻ ഓഫ് ഇമ്പൾസസ് അല്ലെ. ഏത് ഭാഗമാണ് മക്കളെ? നമ്മുടെ തലാമസ് ആണ് അല്ലെ. ഏതാണ്? തലാമസ്. ക്ലിയർ ആണല്ലോ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ആന്തര സമസ്ഥിതി പാലനത്തിന് പങ്കുവഹിക്കുന്ന ഭാഗം ഏത്? ഏത് ഭാഗമാണ്? മെയിൻറ്റെയിൻ ഹോമിയോസ്റ്റാസിസ് അല്ലെ. ഹോമിയോസ്റ്റാസിസിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഏതാണ്? നമ്മുടെ ഹൈപ്പോതലാമസ് ആണ്. ഏതാ മക്കളെ? ഹൈപ്പോതലാമസ്. ഇപ്പൊ നമ്മൾ പഠിച്ചില്ലേ എന്തൊക്കെയായിരുന്നു? ഒന്ന് വോളണ്ടറി ആക്ഷൻസ് അല്ലെ. വോളണ്ടറി ആക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നത്. രണ്ട് എന്താ മക്കളെ? നമ്മുടെ ബ്രീത്തിങ് കൺട്രോൾ ചെയ്യുന്നത് ഏതാ? മെഡുല്ല ഒബ്ലങ്കേറ്റ. മൂന്ന് എന്താ മക്കളെ? റിലേ സ്റ്റേഷൻ ഓഫ് ഇമ്പൾസസ്. ഏതാണ്? ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം. ഏതാ മക്കളെ? തലാമസ്. നാല് എന്താ മക്കളെ? മെയിൻറ്റെയിൻ ഹോമിയോസ്റ്റാസിസ്. ഏതാണ്? നമ്മുടെ ഹൈപ്പോതലാമസ് ആണ്. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കടാ, നമ്മുടെ ആക്സോണിന്റെ അല്ലെ. ആക്സോണിന്റെ പ്ലാസ്മ സ്ഥലത്തിന് പ്ലാസ്മ മെംബ്രെയിൻ ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം ഒരു ആക്സോണിന്റെ പുറത്ത് ഏത് ചാർജ് ആയിരിക്കും മക്കളെ? പോസിറ്റീവ് ചാർജും ഉള്ളിൽ ഏതാടാ? നെഗറ്റീവ് ചാർജുമാണ്. യെസ്. ഉള്ളിൽ ഏതാണ്? നെഗറ്റീവ് ചാർജ്. പിന്നെ ഏതാണ്? പോസിറ്റീവ് ചാർജ്. അപ്പൊ എന്താ മക്കളെ ഇവിടെ സംഭവിക്കുന്നത്? ഇവിടേക്ക് എന്ത് വരുന്നടാ? എന്ത് വരുന്നു? ഉദ്ദീപനം വരുന്നു അല്ലെ. എന്താ വരുന്നത്? ഉദ്ദീപനം വരുന്നു. അല്ലെങ്കിൽ നമ്മൾ അതിന് എന്താ പറയുന്നത്? സ്റ്റിമുലസ് വരുന്നു അല്ലെ. ഉദ്ദീപനം വന്നു അല്ലെ. എന്താ വരുന്നത്? ഉദ്ദീപനം. അപ്പൊ സ്റ്റിമുലസ് വന്നു അല്ലെങ്കിൽ എന്താണ്? ഉദ്ദീപനം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്താ മക്കളെ സംഭവിക്കുന്നത്? ഉള്ളിൽ നെഗറ്റീവും പുറത്ത് പോസിറ്റീവുമായിട്ടുള്ള നമ്മുടെ പ്ലാസ്മ മെംബ്രെയിന്റെ ചാർജിന്റെ പൊളാരിറ്റി അങ്ങോട്ട് മാറും. ഇവിടേക്ക് എന്ത് ചാർജ് ആയിട്ട് വരും? നെഗറ്റീവും. ഉള്ളിൽ എന്തായിട്ട് മാറും? പോസിറ്റീവുമായിട്ട് മാറും. മനസ്സിലായോ? ഉദ്ദീപനം വരുമ്പോൾ. അപ്പൊ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് തന്നെ നമുക്ക് പോകാം. ചിത്രീകരണത്തിൽ ചാർജുകളുടെ വ്യതിയാനങ്ങൾക്കിടയാക്കിയ സാഹചര്യം എന്തായിരുന്നു മക്കളെ? പറയടാ, എന്താണ് സാഹചര്യം? അവിടെ ആര് വന്നു മക്കളെ? സ്റ്റിമുലസ് വന്നു അല്ലെ. ആര് വന്നു? സ്റ്റിമുലസ് വന്നു. ഉദ്ദീപനം വന്നു. ആര് വന്നു? ഉദ്ദീപനം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് മക്കളെ? ചാർജുകളുടെ വ്യതിയാനം
നാടീയ ആവേഗങ്ങളുടെ പ്രേഷണത്തിന് എങ്ങനെ സഹായകമാകുന്നു അല്ലെ? ഹൗ ഡസ് ദ ചേഞ്ച് ഇൻ ചാർജസ് ഹെൽപ്പ് ഇൻ ദ ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ് അല്ലെ? അപ്പൊ എങ്ങനെയാണ് മക്കളെ? അപ്പൊ നമുക്ക് നോക്കിയാലോ, മോഡൽ എക്സാമിന് തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ വിട്ട് കളയരുത് ഒരു ക്വസ്റ്റ്യൻ. ഉദ്ദീപനം വരുമ്പോ അല്ലെ, എന്ത് വരുമ്പോഴാണ്? ഉദ്ദീപനം വരുമ്പോ. എവിടേക്കാണ് ഉദ്ദീപനം വരുന്നത്? നമ്മുടെ ആക്സോണിന്റെ പ്ലാസ്മ സ്ഥലത്തിലേക്ക് എന്ത് വരികയാണ്? ഉദ്ദീപനം വരിക അല്ലെ. ഉദ്ദീപനം വരുമ്പോ അവിടുത്തെ ചാർജിൽ എന്ത് വരുന്നു? വ്യത്യാസം വരുന്നു. ചാർജ് മാറിയടാ. ഇതാണ് നമ്മുടെ ആക്സോൺ. ആക്സോണിന്റെ പുറത്ത് പോസിറ്റീവും ഉള്ളിൽ എന്തായിരുന്നു? നെഗറ്റീവും ആയിരുന്നു അല്ലെ. അപ്പൊ ഉദ്ദീപനം വന്നപ്പോ ഇവരുടെ എന്ത് വന്നു? ചാർജിൽ വ്യത്യാസം വന്നു അല്ലെ. എങ്ങനെയായി? പുറത്ത് നെഗറ്റീവും ഉള്ളില് പോസിറ്റീവും ആയി. അതാണ് അവിടെ കൊടുത്തേക്കുന്നത്. എന്ത് വന്നു? ചാർജില് വ്യത്യാസം വരുന്നു അല്ലെ. എന്താണ്? പൊളാരിറ്റി ചേഞ്ചസ്. ഔട്ടർ സർഫസ് എന്തായിട്ട് മാറുന്നു? നെഗറ്റീവ് ആയിട്ട് മാറുന്നു. ആൻഡ് ഇന്നർ സർഫസ് എന്തായിട്ട് മാറുന്നു? പോസിറ്റീവ് ആയിട്ട് മാറുന്നു. അത് പെട്ടെന്ന് ഈ ചാർജിലുള്ള വ്യത്യാസം അല്ലെ എന്ത് ചെയ്യുന്നു? ഈ ചാർജിലുള്ള വ്യത്യാസം എന്ത് ചെയ്യുന്നുണ്ട്? തൊട്ടടുത്ത ഭാഗത്തേക്ക് അല്ലെ, അവരിപ്പോ തൊട്ടടുത്ത ഭാഗത്തേക്ക് എന്ത് ചെയ്യും? ഇപ്പൊ ഇവിടെ നേരൊക്കെ ആയിരിക്കും, പണ്ടത്തെ പോലെ ആയിരിക്കാം അല്ലെ, പണ്ടത്തെ പോലെ ആയിരിക്കും. ഇവരിപ്പോ ഇവിടെ സ്റ്റിമുലസ് വന്നു, ഇനി അടുത്തവർ എന്ത് ചെയ്യും? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഈ ഒരു പൊളാരിറ്റി മാറും. യെസ്. അപ്പൊ എന്താ ചെയ്യുന്നതടാ? ഈ ഒരു ചാർജ് ഡിഫറൻസ് എന്ത് ചെയ്യുന്നു? അഡ്ജസന്റ് പാർട്ടിലേക്കും കൂടി എന്ത് ചെയ്യാണ്? കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതേ സമാന രീതിയിലുള്ള വ്യതിയാനം എവിടെയും സംഭവിക്കുന്നു? തൊട്ടടുത്ത ഭാഗത്തും സംഭവിക്കുന്നു. അങ്ങനെ ഈ ഒരു പ്രക്രിയ അവിടെ എന്താ ചെയ്യുന്നത്? തുടരുകയും അതുവഴി നമ്മുടെ ആക്സോണിലൂടെ സന്ദേശങ്ങൾ എന്ത് ചെയ്യുന്നു? കൈമാറുന്നു. അപ്പൊ ഓക്കെ ആണല്ലോ മക്കളെ. സിമിലർ ചേഞ്ചസ് എവിടെ ഒക്വർ ചെയ്യുന്നു? തൊട്ട് അഡ്ജസന്റ് പാർട്ടിലും നടക്കുന്നു. അങ്ങനെ ഈ ഒരു പ്രോസസ് അവിടെ കണ്ടിന്യൂ ചെയ്യാണ്. ഇമ്പൾസ് എന്തിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു? ആക്സോണിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പൊ ഇത്രയും മക്കളെ എഴുതി വെക്കുക കേട്ടോ. അപ്പൊ ചാർജിലുള്ള വ്യത്യാസം ഒന്നുകൂടി നമ്മൾ പറഞ്ഞുതരാം. പുറത്ത് എന്താണ്? പോസിറ്റീവ് ചാർജും ഉള്ളിൽ ഏതാ മക്കളെ? നെഗറ്റീവ് ചാർജുമാണ്. അവിടേക്ക് ആരാണ് മക്കളെ വരുന്നത്? ഉദ്ദീപനം, സ്റ്റിമുലസ്. അപ്പൊ എന്താ വരുന്നത്? ചാർജില് വ്യത്യാസം ഉണ്ടാകുന്നു. യെസ്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണോ? നോക്കടാ. ഈ കോളത്തിനനുസരിച്ച് ബിയും സിയും കോളങ്ങൾ ക്രമീകരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചു വെക്കരുത്. വൃത്തിക്ക് എ കോളം എഴുതുക. എന്നിട്ട് എന്റെ അടുത്ത് ഏതാണോ ബിയിൽ എഴുതുക, അതിന്റെ അടുത്ത് ഏതാണോ സിയിൽ എഴുതുക കേട്ടോ. അങ്ങനെ കറക്റ്റ് ചെയ്തിട്ട് എഴുതി പോവാ. അപ്പൊ നമുക്ക് നോക്കിയാലോ മക്കളെ. എന്താണ് ആദ്യത്തെ? സെറിബ്രം ആണ് അല്ലെ. സെറിബ്രം ഇപ്പൊ മിസ് നേരെ ഇങ്ങനെ വരയ്ക്കുക കേട്ടോ. അപ്പൊ സെറിബ്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് ഏത് മക്കളെ? നമ്മുടെ സെറിബ്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മസ്തിഷ്കത്തിന്റെ എന്താണ്? ഏറ്റവും വലിയ ഭാഗം. അപ്പൊ ഏതാണ്? ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ നോക്കിയാലോ. നമ്മുടെ സെറിബെല്ലം എന്താണ്? സെറിബെല്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? രണ്ടാമത്തെ വലിയ ഭാഗം. ഏതാ മക്കളെ? രണ്ടാമത്തെ വലിയ ഭാഗമാണ് ഏത്? സെറിബെല്ലം. അപ്പൊ സെറിബെല്ലം നോക്കടാ. ദ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെറിബെല്ലം എന്ന് പറയുന്നത്. ഇനി മെഡുല്ല ഒബ്ലങ്കേറ്റ ഏതാണ് മക്കളെ ഇതിന് ഏറ്റവും അനുയോജ്യമായത് അല്ലെ? നമ്മൾ നോക്കുക ഏതാണ് അതിന്റെ കറക്റ്റ് പോയിന്റ് എന്നല്ലേ. മെഡുല്ല ഒബ്ലങ്കേറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദണ്ഡാകൃതിയിലുള്ള ഭാഗം. അപ്പൊ എന്താ ദണ്ഡാകൃതി പറയുമ്പോ? റോഡ് ഷേപ്ഡ് പാർട്ടിൽ ഏതാണ്? റോഡ് ഷേപ്ഡ് പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെഡുല്ല ഒബ്ലങ്കേറ്റ അല്ലെ. ഏതാണ്? മെഡുല്ല ഒബ്ലങ്കേറ്റ. യെസ്. ഇനി നമുക്ക് സി കോളത്തിലേക്ക് പോകാം. സി കോളത്തിൽ എന്താ മക്കളെ കൊടുത്തിരിക്കുന്നത്? അതിന്റെ ധർമ്മമാണ് അല്ലെ, ഫങ്ഷൻസ് ആണ് കൊടുത്തത് അല്ലെ. സെറിബ്രത്തിന്റെ ഫംഗ്ഷൻ എന്താ മക്കളെ? ഇവിടെ ഏതായിരിക്കും നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്നത് അല്ലെ? ഇന്ദ്രിയാനുഭവങ്ങൾ എന്തു ചെയ്യുന്നു? ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്നു. ഇവോക്ക് സെൻസേഷൻ ആണ് അല്ലെ. അപ്പൊ നേരെ നമ്മൾ എന്താ ലാർജസ്റ്റ് പാർട്ട് അല്ലെ, എന്താണ്? ഇവോക്ക് സെൻസേഷൻ അല്ലെങ്കിൽ എന്താണ്? ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്നു. ഇനി രണ്ടാമത്തെ നോക്കടാ. രണ്ടാമത്തെ ഇതായിരുന്നു നമ്മളെ സെറിബെല്ലം. നമ്മൾ എന്താണ് കണ്ടത്? രണ്ടാമത്തെ വലിയ ഭാഗം, സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് അല്ലെ. എന്താണ് അതിന്റെ ഫങ്ഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? മെയിൻറ്റെയിൻ ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി. അതായത് എന്താണ്? നമ്മുടെ ശരീരത്തിന്റെ തുലന നില പാലിക്കുന്നു അല്ലെ. എന്താണ്? ശരീരത്തിന്റെ തുലന നില പാലിക്കുന്നു. ക്ലിയർ അല്ലേ? ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? സെറിബെല്ലം ആണ്. സെറിബെല്ലത്തിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയൊക്കെ എന്ത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഇക്വിലിബ്രിയം ശരീര തുലന നില പാലിക്കാൻ വേണ്ടി പറ്റില്ല.
അടുത്തതാണ് എന്ത് മക്കളെ, മെഡുല്ല ഒബ്ലങ്കേറ്റ അല്ലെ. നമ്മൾ പറഞ്ഞു എന്താണ്, റോഡ് ആകൃതിയിലുള്ളത്, ദണ്ഡാകൃതിയിലുള്ളതാണ്. ഏതാ മക്കളെ, കൺട്രോൾ ഇൻവോളണ്ടറി ആക്ഷൻസ് അല്ലെ. ഇൻവോളണ്ടറി ആയിട്ടുള്ള ആക്ഷൻസ് ഒക്കെ അല്ലെ, എന്താണ്, ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, അതുപോലെ എന്താണ്, ഇതുപോലുള്ള അനൈച്ഛിക പ്രവർത്തനങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, നമ്മുടെ മെഡുല്ല ഒബ്ലങ്കേറ്റയാണ്. അതാണ് എപ്പോഴെങ്കിലും നമുക്ക് പെട്ടെന്ന് ഹെൽമെറ്റ് ഒക്കെ വെക്കണം എന്ന് പറയുന്നത്. എന്തെങ്കിലും നമ്മുടെ മെഡുല്ല ഒബ്ലങ്കേറ്റയ്ക്ക് പറ്റിക്കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ നമ്മൾ എന്തായി പോകും, കാരണം നമ്മുടെ ആരൊക്കെ ആയിരിക്കും ബാധിക്കുന്നത്, നമ്മുടെ ശ്വാസം അല്ലെ, ബ്രീത്തിങ്, അല്ലെങ്കിൽ എന്താണ്, ഹൃദയത്തിനൊക്കെ ആയിരിക്കും. അതായത് ഹാർട്ട് ബീറ്റ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാ, മെഡുല്ല ഒബ്ലങ്കേറ്റ. അപ്പൊ അവിടെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ സ്പോട്ടിൽ എന്തായി പോകും, നമ്മൾ ഡെഡ് ആയി പോകും. അതാണ് എന്ത് പ്രിക്കോഷൻസ് എടുക്കണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ് അല്ലെ മക്കള്. ഏതാണ് അടുത്ത ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഇല്ലുസ്ട്രേഷൻ അല്ലെ. താഴെ തന്നിരിക്കുന്നത് നോക്കിയിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക അല്ലെ. എന്താണ്, ഐഡന്റിഫൈ ദ പാർട്ട് ഇൻഡിക്കേറ്റഡ് എക്സ് ആൻഡ് വൈ അല്ലെ. എക്സ് വൈ എന്ന് സൂചിപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞ് എഴുതുക. എക്സ് എന്താണ് മക്കളെ, നമ്മുടെ ഡോർസൽ റൂട്ടാണ്. വൈ എന്താണ്, വെൻട്രൽ റൂട്ടാണ് അല്ലെ. ഏതാണ്, എക്സ് എന്താണ്, ഡോർസൽ റൂട്ടും വൈ എന്താ മക്കളെ, വെൻട്രൽ റൂട്ടുമാണ്. ക്ലിയർ ആണല്ലോ. എന്താണ് ഇതിന്റെ ധർമ്മത്തിലുള്ള വ്യത്യാസം അല്ലെ, എങ്ങനെയാണ് എക്സും വൈയും ധർമ്മത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കിയാലോ. എക്സിന്റെ പരിപാടി എന്താ, ഡോർസൽ റൂട്ടിന്റെ പരിപാടി എന്താണ്, നമ്മുടെ ഇമ്പൾസസിനെ അല്ലെ, സെൻസറി ഇമ്പൾസസിനെ എങ്ങോട്ടേക്ക്, സ്പൈനൽ കോഡിലേക്ക് എത്തിക്കുന്നു. എന്തിലൂടെയാണ്, ത്രൂ ഡോർസൽ റൂട്ട് അല്ലെ, ഡോർസൽ റൂട്ടിലൂടെ. ഇനി മോട്ടോർ ഇമ്പൾസസിനല്ലേ, നമ്മുടെ സ്പൈനൽ കോഡിൽ നിന്നുള്ള സന്ദേശം മോട്ടോർ ഇമ്പൾസ് വഴി എങ്ങോട്ടേക്ക് എത്തിക്കുക, നമ്മുടെ ബോഡി പാർട്സിലേക്ക് എത്തിക്കുന്നതാണ് ആര്, വെൻട്രൽ റൂട്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ വ്യത്യാസം. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഡോർസൽ റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെൻസറി ഇമ്പൾസ് ആണ്, വെൻട്രൽ റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്, നമ്മുടെ മോട്ടോർ ഇമ്പൾസ് ആണ് അല്ലെ. അതായത് എന്താണ്, നമ്മുടെ ഡോർസൽ റൂട്ട് എന്താ ചെയ്യുന്നതടാ, സംവേദ ആവേഗങ്ങളെ സുഷുമ്നയിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ നോക്കിക്കോ, നമ്മുടെ വെൻട്രൽ റൂട്ട് എന്താ ചെയ്യുന്നത് അല്ലെ. അപ്പൊ വെൻട്രൽ റൂട്ട് എന്താ ചെയ്യുന്നത്, ഈ പ്രേരക ആവേഗങ്ങൾ വെൻട്രൽ റൂട്ടിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, സുഷുമ്നയിൽ നിന്നും പുറത്തേക്ക് പോകുന്നത്. അപ്പൊ ഈ രണ്ട് ഡിഫറൻസും കറക്റ്റ് ആയിട്ട് നോക്കി വെച്ച് പോവാട്ടോ. അപ്പൊ ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ. അപ്പോൾ ഓക്കെ മക്കളെ, നമ്മളെ ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളും നോക്കി കഴിഞ്ഞു. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.